അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സമ്മേളനവുമായി സർക്കാർ. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിലാണ് സമ്മേളനം. 3 കേന്ദ്രങ്ങളിൽ വിശാലമായ സമ്മേളനങ്ങൾ നടത്തും. വർഗീയ രാഷ്ട്രീയത്തെയും മതരാഷ്ട്രവാദത്തെയും പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, അയ്യപ്പ സംഗമം നടന്നത് അയ്യപ്പനെ അല്ലെങ്കിൽ ശബരിമലയെ ഒരു ലോകത്തിന്റെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ്, അവിടെ വികസനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. ഈ വിശ്വാസ സമ്മേളനത്തിന്, അങ്ങനെയാണല്ലോ ഇതിന്റെ പേരല്ലേ, ഈ വിശ്വാസ സമ്മേളനത്തിന് എന്ത് കാരണമാണ്, അങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ എന്ത് കാരണമാണ് സർക്കാർ പറയുന്നത്? സാംസ്കാരിക വകുപ്പാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ഉൾപ്പെടെ 3 കേന്ദ്രങ്ങൾ, കോഴിക്കോട് 14-നാണ് വിശ്വാസ ഈ സമ്മേളനങ്ങൾ, അതായത് വിശ്വാസം, മൈത്രി, മാനവികത എന്ന വിഷയത്തിൽ സമ്മേളനങ്ങൾ, വിപുലമായ പൊതുസമ്മേളനങ്ങൾ നടത്താനുള്ള തീരുമാനം കോഴിക്കോട് 14-ന് നടക്കും. അതിൻ്റെ കാരണം ഇതാണ്: വളരുന്ന വർഗീയ രാഷ്ട്രീയത്തെയും മതരാഷ്ട്രവാദത്തെയും തെറ്റായ ആശയങ്ങളെയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ഈ ക്ഷണക്കത്തിൽ, അതായത് ഈ പരിപാടികളിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ക്ഷണിച്ചു വരുത്തുന്നവർ ആരൊക്കെയാണെന്ന് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സന്യാസി വര്യന്മാർ, അതായത് ഈ വർഗീയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുക, മതരാഷ്ട്രവാദത്തെ തളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സാംസ്കാരികവും സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവർ, പ്രഭാഷകരായി എത്തുന്നവർ, സന്യാസി വര്യന്മാരുണ്ട്, മേലധ്യക്ഷന്മാരുണ്ട്, നവോത്ഥാന സന്ദേശവാഹകർ എന്നിവരെയാണ് ഇതിലേക്ക് ക്ഷണിക്കുന്നത്, പ്രഭാഷകരായി എത്തുന്നതാണ് മന്ത്രി പറയുന്നത്. യഥാർത്ഥ വിശ്വാസികൾ വർഗീയതയ്ക്കെതിരാണെന്ന സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. തിരഞ്ഞെടുക്കപ്പെട്ട സംഘാടക സമിതിയായിരിക്കും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. വിശ്വാസം, മൈത്രി, മാനവികത ഈ 3 വിഷയങ്ങളിലാണ് അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കലാസാംസ്കാരിക പ്രവർത്തകർ, മതവിശ്വാസികൾ, മതനേതാക്കൾ, സമുദായ പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, കായിക പ്രതിഭകൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ യോഗങ്ങൾ നടത്തുന്നതെന്നും സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കുന്നു. ശ്രീജ ചോദിച്ചതുപോലെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് തന്നെയെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും അത് ഒരു പരിധിവരെ വിശ്വസിക്കാവുന്ന കാര്യവുമാണ്. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ, നേരത്തെയും നവോത്ഥാന സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് നവോത്ഥാന നീക്കങ്ങൾ ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് ആദ്യ പിണറായി സർക്കാർ നടത്തിയിരുന്നു. അതിന് സമാനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നവോത്ഥാന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശബരിമല സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളോ അജണ്ടയോ അല്ല ഇതിലെങ്കിൽ പോലും മതരാഷ്ട്രവാദത്തെ ചെറുക്കുക, വർഗീയ ശക്തികളെ ചെറുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അത് സ്വാഭാവികമായും അതിൻ്റെ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടതു സർക്കാർ തുടർച്ചയായി വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികളെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്നത്? വിശ്വാസികളിലും വിശ്വാസത്തിലും മാത്രമായോ ഈ സർക്കാരിന് വിശ്വാസമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ശബരിമല വിവാദത്തിലേക്ക് പശ്ചാത്തലത്തിൽ വിശ്വാസികൾ എത്രത്തോളം അവർക്കൊപ്പം നിൽക്കും എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും കോഴിക്കോട് സംഘടിപ്പിക്കുമ്പോൾ മറ്റു ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ മതരാഷ്ട്രവാദമൊക്കെ എപ്പോഴും ആരോപിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് മേലാണ്, SDPIക്കും മേലാണ്. അത്തരം സംഘടനകളെ കൂടി മറികടക്കാനുള്ള, ആ നീക്കങ്ങളെ കൂടി മറികടക്കാനുള്ള ശ്രമമായി വേണം സർക്കാരിൻ്റെ കോഴിക്കോട് അടക്കം നടത്തുന്ന സമ്മേളനങ്ങൾ കാണാൻ. ഏതായാലും ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ വിജയം എങ്ങനെയാണ്, ആരൊക്കെയാണ് പങ്കെടുക്കുന്നതാണ് ഇനി അറിയേണ്ടത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, അയ്യപ്പ സംഗമം കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തിന് ശേഷം അടുത്തത് വിശ്വാസ സമ്മേളനമാണ്. അടുത്ത മാസം 3 ഇടങ്ങളിൽ വിശ്വാസ സമ്മേളനം നടക്കും. വിശ്വാസം, മൈത്രി, മാനവികത എന്നീ വിഷയങ്ങളിലൂന്നി വലിയ 3 സമ്മേളനങ്ങൾ. ഈ സർക്കാരിന് ഇതെന്തു പറ്റി എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? പാഷാണം വർക്കി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിലോ മറ്റോ വായിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഈ ഓരോ വീട്ടിലെത്തുമ്പോഴും ഈ വർക്കിയുടെ കയ്യിലുള്ള ഫോട്ടോ അയാൾ തിരിച്ച് ക്രിസ്ത്യാനിയുടെ വീട്ടിലെത്തിയാൽ നേരെ അന്തോണിസ് പുണ്യാളിന്റെ ഫോട്ടോ കാണിക്കും. പിന്നെ മുസ്ലിമിന്റെ വീട്ടിലെത്തിയാൽ പുള്ളി ആ ഫോട്ടോ ഒന്ന് മറയ്ക്കും, എന്നിട്ട് മെക്കയുടെ ഫോട്ടോ കാണിക്കും. ഹിന്ദുവിന്റെ വീട്ടിലെത്തിയാൽ പഴനിയാണ്ടവൻ. ഇങ്ങനെ ഒരു കഥാപാത്രം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയനല്ല, ഇപ്പൊ ദൈവസഹായം പിണറായി വിജയനാണ്.
അയ്യപ്പ സംഗമം, വിശ്വാസി സംഗമം എന്നുള്ള പേരിൽ കോഴിക്കോട്, അത് ഏത് വിഭാഗത്തെ ഉദ്ദേശിച്ചാണെന്ന് ഇപ്പൊ നമുക്ക് പറയാതെ അറിയാലോ, എറണാകുളത്ത്, തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് അവനവന്റെ ഭരണത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഭരണനേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധിക്കില്ല. ഇനി വിശ്വാസികളെ വർഗീയത പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ട് വിശ്വാസികളുടെ വോട്ട് നേടാൻ പറ്റുമോ എന്നാണ് ഈ സർക്കാർ നോക്കുന്നത്. അതിന് തക്ക രീതിയിലുള്ള ചില ക്യാപ്സൂളുകൾ ഇളക്കി വിട്ട് വഖഫിനെ പിന്തുണയ്ക്കേണ്ട സമയത്താണെങ്കിൽ അത് അങ്ങനെ ചെയ്യുക, അതല്ല ഇപ്പുറത്ത് അയ്യപ്പനെ പിന്തുണയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഓരോന്നും തരാതരം വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലേറാൻ മൂന്നാം ഊഴം എന്ന ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് പിണറായി വിജയന്റെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അവരാരും ഇപ്പോൾ പഴയ പോലെ അടിമക്കമ്മികളായിട്ട് ജീവിക്കുന്ന സമൂഹമല്ല. പക്ഷേ ശ്രീ ആർ വി ബാബു, എൻ്റെ ഒരു സംശയം അതിനെ ഇതാണ് സർക്കാർ പറയുന്നത്, ഈ വിശ്വാസം അല്ലെങ്കിൽ മൈത്രി, മാനവികത, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഒരു നാടിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിന് വേണമെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇതാ ഞങ്ങൾ ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്, ഇതൊക്കെ വേണമെങ്കിൽ പറയാം, അവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. പക്ഷേ സർക്കാരിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സർക്കാരിന് താങ്കൾ ആരോപിക്കുന്നത് പോലെയുള്ള ദുരുദ്ദേശമാണുള്ളതെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ആ ദുരുദ്ദേശമുണ്ട് എന്ന മെസ്സേജ് സാധാരണ ജനങ്ങളിലേക്ക് മുന്നിൽ എത്തിക്കാൻ നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ കഴിയുന്നുണ്ടോ? ജനങ്ങളുടെ മുമ്പാകെ ഈ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളുടെ ഈ സർക്കാരിന്റെ തട്ടിപ്പ്, സർക്കാരിന്റെ കാപട്യം, അത് യഥാസമയത്ത് തുറന്നു കാണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി, അയ്യപ്പ സംഗമത്തിന്റെ കാപട്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടല്ലേ അയ്യപ്പ സംഗമം പൊളിഞ്ഞ് പളിസായി പോയത്. അയ്യപ്പ സംഗമം എന്തുകൊണ്ടാണ് ജനങ്ങൾ അതിനെ അകറ്റി നിർത്തിയത്? ഇപ്പോ അവര് വലിയ തോതിൽ വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു 1350 കോടി രൂപ മാസ്റ്റർ പ്ലാനിന് വേണ്ടി സമാഹരിക്കാൻ നിക്ഷേപകന്മാരെ മുഴുവൻ സംഘടിപ്പിച്ച് അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടത്തി. എന്നിട്ട് എന്തുണ്ടായി? എന്ത് പദ്ധതിയെ കുറിച്ചിട്ടാണ് സർക്കാരിന് വരെ പറയാൻ കഴിഞ്ഞത്? അപ്പൊ എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ആഗോള തട്ടിപ്പ് നടത്തി ജനങ്ങളെ വഞ്ചിക്കാം എന്നൊക്കെ സർക്കാർ വിചാരിക്കുന്നത് പാളിപ്പോവല്ലേ? അപ്പൊ ഞങ്ങൾക്കത് ഞങ്ങളുടെ ആരോപണം കൃത്യമായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ അതിന്റെ. നമുക്ക് കുറച്ചു പിറകിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ ശബരിമലയിലെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ കഴിഞ്ഞ് വന്നത് ഇടത് സർക്കാർ തന്നെയാണ്. അന്ന് അപ്പോൾ സർക്കാരിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടോ? അല്ലല്ല, അതിന് ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പൊ ഓരോ വിഷയവും ആ വിഷയത്തിന്റെ അതിന്റെ പേരിൽ പലതവണ നമുക്ക് ജനങ്ങളെ സമീപിക്കാൻ പറ്റില്ല. ഇപ്പൊ 2019 ശബരിമല കത്തി നിന്ന സമയത്തുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്ത് സംഭവിച്ചു? ഇടതുപക്ഷം അങ്ങേയറ്റം കനലൊരു തരിയായിട്ട് മാറി. 2021 ശബരിമല എന്നുള്ള വിഷയം അപ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ മറ്റു പല വിഷയങ്ങളും കടന്നു വരുന്നു. കോവിഡിനെ തുടർന്നുള്ള പ്രശ്നങ്ങള്, അതിൽ ഒരു സർക്കാരിന്റെ കണ്ടിന്യൂറ്റി ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുക. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ശബരിമലയായിരുന്നു എന്ന് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അത് തന്നെ ഒരുപാട് പറഞ്ഞു നോക്കിയില്ലേ, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. നോക്കൂ, ശബരിമല പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ശബരിമലയേക്കാൾ ജനങ്ങളെ സ്വാധീനിച്ചത് ഇപ്പൊ കോവിഡുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ആ ഗുരുതരമായ പ്രശ്നങ്ങളിൽ കോവിഡിന്റെ സമയത്ത് ജനങ്ങൾക്ക് ഇപ്പൊ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഒക്കെ ജനങ്ങളെ കയ്യിലെടുക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നു. അപ്പോ ഈ കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരു പുതിയ സർക്കാർ വരുന്നതിനേക്കാൾ നിലവിലുള്ള സർക്കാർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ശരിയാവുക എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അവിടെയാണ് എന്റെ പോയിന്റ് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സർക്കാർ ആദ്യം അയ്യപ്പ സംഗമം വെക്കുന്നു, അതിനുശേഷം ഇപ്പോൾ വിശ്വാസ സമ്മേളനം വെക്കുന്നു. ഇപ്പോഴും ഒരു പകരം എന്തെന്ന് ചോദിച്ചാൽ ഈ സർക്കാരിന് പകരം അല്ലെങ്കിൽ ഈ സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് പകരം എന്ന് പറയാൻ എന്തുണ്ട്? അപ്പൊ സർക്കാരിന് എന്തും ആവാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രിവിലേജ്.